ഹലോ ഹായ് എല്ലാവർക്കും ലെനോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് എന്താണ്? ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ചാനലാണ് മക്കളെ ഡെയിലി കരിയർ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സും അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലിൽ ഒരു പേര് പറയൂ. ഒറ്റ പേരേ ഉള്ളൂ, അത് ലേണിനോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. ഇപ്പോൾ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം എന്താണ്, ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നേ അക്കാദമിക് അപ്ഡേറ്റ്സും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കരിയർ അപ്ഡേറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർഫോഴ്സ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ്. വ്യോമസേനയിൽ എയർമാൻ ആകാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് 2025 ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓപ്പർച്യൂണിറ്റി ഫോർ മെൻ ഇൻ ദ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് അല്ലെ. മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡില് എന്താണ് പുരുഷന്മാർക്ക് അവസരം വന്നിരിക്കുകയാണ്. മെയിൽ കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് എയർമാൻ ഇൻ ഗ്രൂപ്പ് വൈ നോൺ ടെക്നിക്കൽ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് ഫോർ ദ ഫസ്റ്റ് എയർഫോഴ്സ്. അപ്ലിക്കേഷൻസ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 31. ഓൺലൈൻ എക്സാമിനേഷൻ സെപ്റ്റംബർ 25. ദിസ് ഇസ് നോട്ട് എ സെലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് കമ്മീഷൻ ഓഫീസർ പൈലറ്റ് നാവിഗേറ്റർ. അതായത് വ്യോമസേനയുടെ ഗ്രൂപ്പ് വൈ അതായത് നോൺ ടെക്നിക്കൽ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡില് എയർമാൻ ആകാൻ പുരുഷന്മാർക്കാണ് അവസരം വന്നിരിക്കുന്നത്. ജൂലൈ 31 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എക്സാം ഡേറ്റ് അടക്കം അവർ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷന് മുന്നേ തന്നെ എക്സാം ഡേറ്റ് സെപ്റ്റംബർ 25 ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കുക, കമ്മീഷൻ ഓഫീസർ പൈലറ്റ് നാവിഗേറ്റർ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ഇത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതായത് ഇപ്പൊ +2 കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ BSc ഫാർമസിസ്റ്റ് കഴിഞ്ഞവർക്കുമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 വിത്ത് 50% മാർക്സ് ഇൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, അതുപോലെ തന്നെ BSc ഫാർമസിസ്റ്റ് ആണ് പറയുന്നത്, ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഇൻ ഫാർമസിസ്റ്റ്. അപ്പം യോഗ്യത 50% മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് പഠിച്ച് +2 വിജയിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിന് 50% മാർക്ക് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് പഠിച്ച് 50% മാർക്കോട് 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ജയിച്ചവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തായാലും എന്താണ്, VHSC ആണെങ്കിലും 50% ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും അവര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനുള്ള നമ്മൾ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്, ഡിപ്ലോമ BSc ഫാർമസി ഉദ്യോഗാർത്ഥികൾക്ക് പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് 50% മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് പഠിച്ച് +2 ജയിച്ചിരിക്കണം. ഇംഗ്ലീഷിന് 50% മാർക്ക് വേണം. 50% മാർക്കോടെ ഡിപ്ലോമ BSc ഫാർമസിസ്റ്റ്, ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രായം എന്ന് പറയുന്നത് മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് +2, അതായത് +2 നമ്മൾ പറഞ്ഞു, മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിക്ക് 2 പേർക്ക് 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് +2, അടുത്തെന്ന് പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി. ഓക്കെ, അതിൽ +2 ഉള്ളവരുടെ പ്രായം എന്ന് പറയുന്നത് എന്താണ്, മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് 2005 ജൂലൈ 2-നും 2009 ജൂലൈ 2-നും മധ്യേ ജനിച്ചവരായിരിക്കണം. 2 തീയതിയും ഇൻക്ലൂസീവ് ആണ്. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂസീവ്. അവര് അൺമാരീഡ് ആയിരിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് ഡിപ്ലോമ BSc ഫാർമസി, അതായത് സിംഗിൾ കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2 ജൂലൈ 2002 and 2 ജൂലൈ 2007 ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ BSc ഫാർമസി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർ, കല്യാണം കഴിഞ്ഞവരായാലും കുഴപ്പമില്ല. അപ്പൊ +2 കഴിഞ്ഞവർ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിൽ +2 കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ല അൺമാരീഡ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ, അവിവാഹിതരായിരിക്കണം. എന്നാൽ ഡിപ്ലോമയും അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞവരായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏജ് ഇത് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നിർബന്ധം. ഓക്കെ,
പിന്നെ ഇതിലത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് നിയമനം എന്ന് പറയുന്നത് തുടക്കത്തിൽ 20 വർഷത്തേക്കായിരിക്കും നിയമനം. ഇത് 57 വയസ്സ് വരെ നീട്ടിക്കിട്ടാവുന്നതാണ്. ശാരീരിക യോഗ്യത അവർ പറയുന്നുണ്ട്. ഉയരം 152 സെന്റിമീറ്റർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൂക്കം ഉയരത്തിനും പ്രായത്തിനും അനുപാതികമാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 14,600 രൂപയും 26,900 രൂപയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും എന്താണ് രണ്ട് സാലറി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേറെ ഒന്നുമല്ല, പരിശീലന സമയത്ത് 14,600 രൂപ സ്റ്റൈപ്പൻഡ് കിട്ടും. അതുപോലെ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ 26,900 രൂപയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 സ്റ്റേജ് ആണ് കേട്ടോ തെരഞ്ഞെടുപ്പ്. എന്താണ്, ആദ്യം ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാലോ ഡിഫൻസ് ആണ്. അപ്പൊ എന്താണ്, ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു കംപ്ലീറ്റ് a 1.6 kilometer run in 7 minutes. 7/2 minutes will be allowed for those above 21 years of age and diploma BSc pharmacy qualified candidates. ഡിപ്ലോമ BSc pharmacy qualified candidatesന് കൂടുതൽ അവസരങ്ങളുണ്ട്. അവർ കല്യാണം കഴിഞ്ഞ് അവരായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ 7/2 minutes എടുത്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. There will also be 10 push-up, 10 sit-up, 20 squats. ഓക്കെ, എന്താണ് എഴുത്തു പരീക്ഷ അല്ലെ, എഴുത്തു പരീക്ഷ, അതുപോലെ തന്നെ ശാരീരിക ക്ഷമതാ പരിശോധന, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, വൈദ്യ പരിശോധന എന്നിവ അടിസ്ഥാനമാക്കിയിട്ട് ശാരീരിക ക്ഷമതാ പരിശോധനയിൽ 7 മിനിറ്റിൽ 1.6 കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ പറയാനായിട്ടുള്ളത്. 21 വയസ്സിന് മുകളിലുള്ളവർക്കും ഡിപ്ലോമ BSc ഫാർമസി യോഗ്യതകർക്കും 7.5 മിനിറ്റ് അനുവദിക്കുന്നതായിരിക്കും. 10 പുഷപ്പ്, 10 സിറ്റപ്പ്, 20 സ്ക്വാറ്റ്സ് എന്നിവയുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ www.airmenselection.cdac.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിൽ പുരുഷന്മാർക്കാണ് അവസരം. അതിൽ മെഡിക്കൽ അസിസ്റ്റന്റ് +2 കഴിഞ്ഞവരാണെങ്കിൽ കല്യാണം കഴിയാൻ പാടുള്ളതല്ല. ഓക്കെ, ഇനി അതല്ല ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അവർ കല്യാണം കഴിച്ചവരായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അവർക്ക് പറയാനുള്ളത്. ഓൺലൈൻ അപേക്ഷ ജൂലൈ 31 വരെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ www.airmenselection.cdac.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കോസ്റ്റ് ഗാർഡിൽ 170 അസിസ്റ്റന്റ് കമാൻഡറിന്റെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വാക്കൻസീസ് വന്നിട്ടുണ്ട്. ഇതും പുരുഷന്മാർക്കുള്ള അവസരമാണ് കേട്ടോ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഹാസ് 170 അസിസ്റ്റന്റ് കമാൻഡന്റ് ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസർ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ 170 അസിസ്റ്റന്റ് കമാൻഡർ ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസർ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ജനറൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ yes, the vacancies are in general duty and technical എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചസ് ആണ് അവർ പറയുന്നത്. പിന്നെ എന്താണ് പറയാനുള്ളത്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഓപ്പർച്യൂണിറ്റി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ 170 അസിസ്റ്റന്റ് കമാൻഡന്റ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പൊ ബ്രാഞ്ചുകൾക്കാണ് അവസരം. പുരുഷന്മാർക്കാണ് അവസരം. ജൂലൈ 23 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ജൂലൈ 23 വരെ ഇതിന്റെ കാര്യങ്ങൾ അല്ലെ. യെസ്, യു ക്യാൻ അപ്ലൈ ഓൺലൈൻ ടിൽ ജൂലൈ 23. ഇതിന്റെ തസ്തിക, യോഗ്യത, പ്രായം, അതായത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ, ഏജിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ നമ്മൾ പറഞ്ഞു ജനറൽ ഡ്യൂട്ടി ഉണ്ട്, ടെക്നിക്കൽ മെക്കാനിക്കൽ ഉണ്ട്, ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്. 3 വിഭാഗങ്ങളിലാണ് നമുക്ക് വാക്കൻസീസ് വന്നിട്ടുള്ളത്. ജനറൽ ഡ്യൂട്ടിയിൽ പറയുന്നത് ഗ്രാജുവേഷൻ ആണ്, ഡിഗ്രി മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ്, മാത്സ് പഠിച്ചിരിക്കണം. മാത്സ് ആൻഡ് ഫിസിക്സ് ഇൻ +2 equivalent examination. Those who have completed the graduation after diploma will also be considered എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ജനറൽ ഡ്യൂട്ടിയിൽ ബിരുദമാണ് പറഞ്ഞിട്ടുള്ളത്. +2 അല്ലെങ്കിൽ അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള കണക്കും ഫിസിക്സും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിപ്ലോമയ്ക്ക് ശേഷം ബിരുദം നേടിയവരെയും പരിഗണിക്കും എന്നുള്ളതാണ് ജനറൽ ഡ്യൂട്ടിയിൽ പറയാനായിട്ടുള്ളത്. ഇനി ടെക്നിക്കൽ, അതുപോലെ തന്നെ മെക്കാനിക്കൽ, നേവൽ ആർക്കിടെക്ചർ, മെക്കാനിക്കൽ, മെറൈൻ, ഓട്ടോമോട്ടീവ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ, മെറ്റലർജി, ഡിസൈൻ, എയറോനോട്ടിക്കൽ, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ബിരുദം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് അംഗീകരിച്ച തത്തുല്യ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, +2 തത്തുല്യ പരീക്ഷയിൽ കണക്കിനും ഫിസിക്സിനും കൂടി രണ്ടിനും കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളൂ 55% മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഡിപ്ലോമയ്ക്ക് ശേഷം ബിരുദം നേടിയവരെയും പരിഗണിക്കും എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ജനറൽ ഡ്യൂട്ടിയിൽ ഗ്രാജുവേഷൻ അല്ലെ, പിന്നെന്താണ്
General duty graduation must have studied mathematics and physics in +2 അല്ലെങ്കിൽ equivalent examination. Those who have completed their graduation after diploma will also be considered for the general duty. ഇനി mechanical ഏതാണ്? degree in naval architecture, mechanical, marine, automotive, mechatronics, industrial and production, metallurgy, design, aeronautical, aerospace engineering, equivalent qualification recognized by the Institute of Engineers, India. +2 equivalent examination with a 55% marks in mathematics and physics. Those who have completed their degree after diploma will also be considered എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജനറൽ ഡ്യൂട്ടിയുടെ ഏതാണ് പോസ്റ്റ്, ജനറൽ ഡ്യൂട്ടി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ടെക്നിക്കലി ആണെങ്കിൽ പോസ്റ്റ് ഏതാണ്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പവർ ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളൂ. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ഓക്കെ. പവർ എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ്, ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ recognized by the Institute of Engineers. Those who have completed the degree after diploma will also be considered. അതായത് എന്താണ്? ടെക്നിക്കൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ബിരുദധാരികളാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പവർ എഞ്ചിനീയറിംഗ് പവർ ഇലക്ട്രോണിക്സിലെ എഞ്ചിനീയറിംഗ് ബിരുദം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് അംഗീകരിച്ച തത്തുല്യ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. ഡിപ്ലോമയ്ക്ക് ശേഷം ബിരുദം നേടിയവരെയും പരിഗണിക്കുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രായം എന്ന് പറയുന്നത് 21 വയസ്സ് ടു 25 വരെയാണ് കേട്ടോ. റിലാക്സേഷൻ ഫോർ ഡിസേർവിംഗ് കാൻഡിഡേറ്റ്സ്, അതായത് അർഹർക്ക് ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഫീസ് 300 രൂപയാണ്. ഇത് മാരീഡ് ആണോ അൺമാരീഡ് ഒന്നും പറഞ്ഞിട്ടില്ല. 25 വയസ്സിനുള്ള കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ അപ്ലൈ ചെയ്യാം. പക്ഷെ ആർക്കാണ്? പുരുഷന്മാർക്കാണ് അവസരം കേട്ടോ. ഫീസ് 300 രൂപയാണ്. പട്ടികവിഭാഗക്കാർക്ക് ഫീസ് ഇല്ല. ഫീസ് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം. ഓക്കെ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ https://joinindiancoastguard.cdat.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 23-നാണ്. പുരുഷന്മാർക്കാണ് അവസരം. അപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ 170 അസിസ്റ്റന്റ് കമാൻഡന്റ് ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസറിന്റെ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. 3 ബ്രാഞ്ചുകളിലാണ് അല്ലെ. ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ മെക്കാനിക്കലും വരുന്നുണ്ട്, അതുപോലെ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകളും വരുന്നുണ്ട്. പുരുഷന്മാർക്കാണ് അവസരം. എത്ര ടോട്ടൽ വാക്കൻസീസ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളൂ, ഏതൊക്കെ തസ്തികകളിലാണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ജൂലൈ 23 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ ജനറൽ ഡ്യൂട്ടിയിലാണെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി മാത്രമാണ് പറയുന്നുള്ളൂ. ടെക്നിക്കലിൽ മാത്രമാണ് ബിടെക് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രായം 21 to 25 വയസ്സാണ്. അർഹർക്ക് ഇളവുണ്ട്. ഫീസ് 300 രൂപയാണ്. ആൻഡ് ദർ ഇസ് നോ ഫീസ് ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്. ഫോർ മോർ ഇൻഫോർമേഷൻ യു ക്യാൻ ജോയിൻ ദ വെബ്സൈറ്റ് https://joinindiancoastguard.cdat.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പം കോസ്റ്റ് ഗാർഡിൽ 170 അസിസ്റ്റന്റ് കമാൻഡന്റ് ഓഫീസർ ലാസ്റ്റ് ഡേ ജൂലൈ 23 ആണ്. അതുപോലെ തന്നെ ഏതാണ്? വ്യോമസേന വാക്കൻസീസ് അല്ലെ. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജൂലൈ 31-നാണ്. പിന്നെ പറയാനുള്ളത് എന്താണ്? ഇറ്റ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ മെൻ ദ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ്. അതായത് മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് എന്ന് പറയുമ്പോൾ +2 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഫാർമസി കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ മെയിൽ കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് എയർമാൻ ഇൻ ഗ്രൂപ്പ് 1 മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് ഫോർ ദ ഫസ്റ്റ് എയർഫോഴ്സ്. അപ്ലിക്കൻസ് ക്യാൻ ബി മെയ്ഡ് ഓൺലൈൻ ടിൽ ജൂലൈ 31. ഓൺലൈൻ എക്സാമിനേഷൻ എപ്പോഴാണെന്ന് പറഞ്ഞത്? സെപ്റ്റംബർ 25-നാണ് ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു. ദിസ് ഇസ് നോട്ട് എ സെലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് കമ്മീഷൻ ഓഫീസർ, പൈലറ്റ്, അതുപോലെ തന്നെ നാവിഗേറ്റർ അല്ലെ. വ്യോമസേനയുടെ ഗ്രൂപ്പ് Y നോൺ ടെക്നിക്കൽ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിൽ എയർമാൻ ആകാനുള്ള അവസരത്തെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ജൂലൈ 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. സെപ്റ്റംബർ 25-നാണ് എക്സാം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 വർഷത്തേക്കായിരിക്കും നിയമനം എന്ന് പറയുന്നത്. ഇത് 57 വയസ്സ് വരെയും നീട്ടി കിട്ടാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ. റിട്ടൺ എക്സാം ഉണ്ട്, ശാരീരിക ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, ഏജ് ലിമിറ്റ് ഉണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2005 ജൂലൈ 2-നും 2009 ജൂലൈ 2-നും മധ്യേ ജനിച്ചവരായിരിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കറന്റ് അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. കാര്യം നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിന്ന് പറഞ്ഞ ഡിഫൻസ് വാക്കൻസീസ് ആണ്, വ്യോമസേനയിലെ എയർമാൻ ആകാനുള്ള അവസരം, അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിലെ 170 അസിസ്റ്റന്റ് കമാൻഡന്റ് ഓഫീസറിന്റെ വാക്കൻസീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒരെണ്ണം ജൂലൈ 31 അപ്ലൈ ചെയ്യേണ്ടത്, ഒരെണ്ണം ജൂലൈ 23 അപ്ലൈ ചെയ്യേണ്ടത്. ഇതുപോലത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം, ബൈ.